അതെന്തായാലും 1000 കോടി അടിക്കുമായിരിക്കും. എനിക്ക് ഇന്നലെ തന്നെ റിപ്പോർട്ട് വന്നായിരുന്നല്ലോ. പടം എന്തായാലും കയറും. നല്ല എങ്ങനെയുണ്ട് ഇതുവരെ കൊള്ളാം. എന്ന് വെച്ചാൽ ഒരു ആക്ഷൻ ക്ലാസ് ആയിട്ട് പടം വരുന്നത്. നല്ല സ്റ്റോറി ടെല്ലിംഗ് പടം മികച്ചു നിൽക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇച്ചിരി അടിപൊളിയായിരിക്കും. റിസപ്ഷൻ ഒരു അഴിഞ്ഞാട്ടം തന്നെ. എങ്ങനെ പിന്നില്ല അല്ലേ, എല്ലാം രണ്ടും ഉണ്ടല്ലോ പുള്ളി ഡയറക്ടർ. എനിക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫ് രണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് അടിപൊളി. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് വരാൻ നേരത്ത് അവസാനത്തെ ഇതല്ലേ തന്തര കയറി ഇതായിട്ടല്ല, ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതിയാണ് ഉള്ളത്. സ്റ്റോറി ബേസാണ്. അങ്ങനെയാ എന്തായാലും കയറും. പടം സെറ്റായിരിക്കും. കയറാൻ കുഴപ്പമില്ല, കുറച്ച് തോളേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. എക്സ്പീരിയൻസ് രോമാഞ്ചം കൊള്ളിക്കുന്ന കുറേ സംഭവമാണ്. അങ്ങോട്ട് കുറച്ചുകൂടെ പെട്ടുള്ളൂ. നല്ല പടം. നല്ല പണിയെടുത്തിട്ടുണ്ടല്ലേ? അയ്യോ ഇതിന് ഇതുപോലെ മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാം കൊള്ളാം. ഫസ്റ്റ് ഹാഫ് എപ്പിടി ഇருக்கு? ஃபர்ஸ்ட் ஹாஃப் எல்லாம் சூப்பர் ஆயிட்டு செகண்ட் பார்ட் எல்லாம் ரிஷப் செட்டி எப்படி இருக்கு டைரக்ஷன் மேக்கிங் ഒക്കെ? ಡೈರೆಕ್ಷನ್ ಡೈರೆಕ್ಟರ್ ಕನ್ನಡದಲ್ಲಿ ಸೂಪರಾಗಿ ಮಾಡಿದ್ದಾರೆ. ರಿಷಬ್ ಶೆಟ್ಟಿ KGF 2ಗಿಂತ ಮೇಲೆ ಬರ್ತಾರೆ. ಒಳ್ಳೆ ಮೂವಿ ಕೊಟ್ಟಿದ್ದಾರೆ, ಸೂಪರ್ ಮೂವಿ. ಸೆಕೆಂಡ್ ಹಾಫ್ ನೋಡ್ಬಿಟ್ಟು ಆಮೇಲೆ ರಿವ್ಯೂ ಹೇಳ್ತೀನಿ. ಫಸ್ಟ್ ಒನ್ಗಿಂತ ಸೆಕೆಂಡ್ ಚೆನ್ನಾಗಿದೆ. ಚಾಪ್ಟರ್ 1 ಇದು, ಸೆಕೆಂಡ್ ಬರುತ್ತೆ ಅಂದ್ಕೊಂಡಿದ್ದೀನಿ. ಒಳ್ಳೆ ಮೂವಿ, ಸೂಪರ್ ಆಯಿತು, ಚೆನ್ನಾಗಿ ಮಾಡಿದ್ದಾರೆ. നമ്മൾ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു കഴിഞ്ഞിട്ട് അപ്പം ഇതുവരെ കുഴപ്പമില്ല. ഒരു ബ്രഹ്മാണ്ഡ സംഭവമായിട്ട് ഇതുവരെ തോന്നിയില്ല. കുറേ ഒരു ഇഴച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പതിഞ്ഞ താളത്തിലാണ് ആ ഒരു കഥ ഇതുവരെ പറഞ്ഞു പോയിട്ടുള്ളത്. ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് ഒരു ചെറിയൊരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. VFX നല്ല ഒരു നിയർ ടു പെർഫെക്ഷൻ എന്നൊക്കെ പറയുന്നത്. നമുക്ക് പ്രത്യേകിച്ച് മൃഗങ്ങളുടെയൊക്കെ സീന് നമ്മൾ സാധാരണ സിനിമകൾ കാണുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും. ഇതിലും നമുക്ക് അറിയാം ഇതാണ് സംഭവം, VFX ആണ് എന്നെങ്കിൽ കുറെ കൂടെ ഒരു നിയർ ടു പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറെ കൂടെ ഒരു അടുത്തൊരു രണ്ടാം പകുതിയിൽ ഒരു ബ്രഹ്മാണ്ഡ ഒരു സംഭവമാണ് പ്രതീക്ഷിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഓക്കെ, ജസ്റ്റ് ഒരു എബോ ആവറേജ് ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇങ്ങനെ ഒരു നല്ല അന്താരം പുസ്തകം ഒന്നും അല്ലാത്ത രീതിയിലാണ് മേക്ക് ചെയ്ത് നമ്മൾ ഈ ഒരു ബഡ്ജറ്റിൽ എങ്ങനെ ഇത് എത്ര വലിയ ബഡ്ജറ്റ് പോലും ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്തു വയ്ക്കാൻ പറ്റും. വലിയ കാര്യമാണ്. അത് കാണുമ്പോൾ തന്നെ വിഷ്വൽ ക്വാളിറ്റി തന്നെ ഒരു രക്ഷയില്ല. ഞാൻ വിചാരിച്ച് ഫസ്റ്റിൻ്റെ ഒരു ഇതിലാണ് ഞാൻ വന്നത്. പക്ഷേ ഫസ്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് മേക്ക് ചെയ്ത് വെച്ചിരുന്നത്. ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ തന്നെ നമുക്ക് അത്ര VFXും ബാക്കി VFX ആണെന്ന് തോന്നുന്നില്ല. എല്ലാം ഒറിജിനാലിറ്റി അത്രത്തോളം മികച്ച രീതിയിലാണ് അവർ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എങ്ങനെ ഇത് അതിനകത്തുള്ള മറ്റേ കുരങ്ങന്മാരെയാണെങ്കിലും അതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് കൂട്ടത്തോടെ വരുന്ന ആ ഒരു രീതിയിലൊക്കെ അത് ഒരു കുതിരയുടെ സീനുണ്ട്. അതൊക്കെ ബേക്ക് വെച്ചിരുന്ന VFX ആണെന്ന് നമുക്ക് തോന്നാത്ത രീതിയിലാണ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബേക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ തന്നെ നമുക്കൊരു സിനിമ കണ്ടന്റ് ഫീല് മതി, ഇത് മതി, നമുക്ക് മുതലായി, നമുക്ക് ടിക്കറ്റ് മുതലായ രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി സെക്കൻഡ് ഹാഫ് കൂടെ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഞാൻ ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല ഈ ഒരു ലെവലിലായിരിക്കും ഇതിന് പോകുന്നത്. ഫസ്റ്റ് കണ്ടിട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പഴയ കാലഘട്ടം കാണിക്കും നമുക്കറിയാം. പക്ഷേ ഇത്രത്തോളം VFX നമുക്ക് ഞാൻ പറഞ്ഞത് ബാഹുബലിയും KGF അതാരും എല്ലാം കൂടെ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ തന്നെ കിട്ടി. ഇനി അത് സെക്കൻഡ് ഹാഫ് എന്താവും നമുക്ക് കണ്ടു തന്നെ അറിയാം. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി ഫസ്റ്റ് ഹാഫ് കൊള്ളാം, കുഴപ്പമില്ല, തിരക്കടില്ല. കാര്യങ്ങളെല്ലാം കൊള്ളാം. മേക്കിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മേക്കിംഗ് കൊള്ളാം, അടിപൊളി. സെക്കൻഡ് ഹാഫ് വേണ്ട അറിയാൻ തോന്നുന്നു. അവസാനം കുഴപ്പമില്ലായിരുന്നാൽ മതി.